ഈ വിഷയത്തിലുള്ള ഭിന്നത എന്താണ്? അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്നൊരു ഗ്രന്ഥമുണ്ട്. വിവിധ മദ്ഹബുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതിന്റെ മുസന്നിഫ് രചയിതാവ് പറയുന്നു, فقد اتفق ثلاثة من الأئمة على أن قراءة الفاتحة في جميع ركعات الصلاة فرض. 3 ഇമാമിയങ്ങളും യോജിച്ചിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ 3 ആളും യോജിച്ചിട്ടുണ്ട്. എന്തിൽ? അലാ അന്ന ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യൽ ഫീ ജമീഇ റകഅത്തിസ് സ്വലാത്തി ഫർളുൻ, നിസ്കാരത്തിലെ എല്ലാ റകഅത്തുകളിലും ഫാത്തിഹ ഓതൽ ഫർളാണ്. ഏത് നിലയ്ക്ക് തന്നെ? ബിഹൈസു ലൗ തറകഹൽ മുസല്ലി ആമിദൻ ഫീ റകഅത്തിൻ മിനർ റകഅത്ത് ബതലത്തിസ് സ്വലാ. ഏത് നിലക്കാ ഫർള് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു റകഅത്തിൽ നിസ്കരിക്കുന്നവൻ മനഃപൂർവ്വം ഫാത്തിഹ ഓതാതെ വിട്ടുകളഞ്ഞാൽ ബതലത്തിസ് സ്വലാ, നിസ്കാരം ബാത്തിലാകും എന്ന നിലക്ക് തന്നെ 3 ഇമാമിയങ്ങളും യോജിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മാ ലൗ തറകഹാ സഹ്വൻ, ഇനി ഇവർ തന്നെ പറയുന്നത് എന്താണ്? ഒരാളിത് മറന്നിട്ട് ഫാത്തിഹ ഓതിയില്ല, എന്നാൽ ഫഅലൈഹി അൻ യഅതിയ ബിർറകഅത്തി അല്ലതി തറകഹാ ഫീഹാ, അവൻ നഷ്ടപ്പെടുത്തിയ മറന്നുപോയ റകഅത്തുണ്ടല്ലോ അതവൻ വീണ്ടെടുക്കണം. ഫാത്തിഹ മറന്നു എന്നുള്ളതിന്റെ പേരിൽ അവൻ ആ റകഅത്ത് പിന്നെ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒറ്റക്ക് നിസ്കരിച്ച റകഅത്ത് വീട്ടിക്കൊള്ളണം. വഖാലഫൽ ഹനഫിയ്യതു ഫീ ദാലിക, ഹനഫികൾക്ക് ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. 3 ഇമാമിങ്ങളുടെ അഭിപ്രായമല്ല ഹനഫികൾക്കുള്ളത്. എന്താണ് ഹനഫികൾ പറയുന്നത്? ഫഖാലു, അവരഭിപ്രായപ്പെടുന്നു, ഇന്ന ഖിറാഅത്തുൽ ഫാത്തിഹ ഫിസ് സ്വലാ ലൈസത് ഫർളൻ ഫഇന്നമാ ഹിയ വാജിബ്, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ ഫർളല്ല, വാജിബ് മാത്രാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ നമ്മൾ വാജിബ് എന്ന് പറയുമ്പോഴല്ല, ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല എന്നർത്ഥം. നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നില്ല, മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്ത് ഒഴിവാക്കിയ കുഴപ്പമൊന്നുമില്ല. ആ അർത്ഥമാണ് ഹനഫി മദ്ഹബിന്റെ ഉസൂലിൽ വാജിബിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം. അതാണിവിടെ ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. വൈൻ ശിഅ്ത ഖുൽതു സുന്ന മുഅക്കദ, മുഅക്കദായ ഒരു സുന്നത്ത് ബിഹൈസു, എങ്ങനെ? ലൗ തറകഹാ അംദൻ, ഒരാൾ മനഃപൂർവ്വം തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ തീരെ ഉപേക്ഷിച്ചാലും ഫഇന്ന സലാത്തഹു ലാ തബ്തുൽ, അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇത് അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥത്തിൽ അതിന്റെ 1-ാം വാള്യം 229-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹനഫി മദ്ഹബാണ് മൗമൂമായാലും ബാക്കിൽ ഉറക്ക നിസ്കരിക്കുമ്പോഴായാലും പതുക്കെ നിസ്കരിക്കുന്നവരായിരുന്നാലും ഫാത്തിഹ ഓതിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നത് ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ള അഭിപ്രായമാണ്. ഹനഫികൾ ഇതിന് പറയുന്ന ഒരു തെളിവെന്താണ്? ആ തെളിവിനെ പണ്ഡിതന്മാര് ഖണ്ഡിച്ചു കളയുകയാണ്. ഫാത്തിഹ ഓതേണ്ടതില്ല, ബാക്കിൽ നിൽക്കുന്നവർ ഓതേണ്ടതില്ല എന്ന് പറയുന്നതിന് മറുപക്ഷം ഉദ്ധരിക്കുന്നവര് തെളിവിനെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും എതിർക്കുന്നത് കാണുക. എന്താണ് അവർ പറയുന്നത്? വസ്തദല്ലമൻ നസ്ഖതഹാനിൽ മഅ്മൂമി മുത്ലഖൻ കൽ ഹനഫിയ, മഅ്മൂമീങ്ങൾ ഒരു നിലക്കും സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ തെളിവ് പറയാറുള്ളത് ബിഹദീസി, താഴെ പറയുന്ന ഹദീസാണ്. ഏതാ അവർക്കുള്ള തെളിവ്? മൻ സല്ലാ ഖൽഫ ഇമാമിൻ, ആരെങ്കിലും ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ഇമാമിന്റെ ഓത്ത് തന്നെ ഇവന്റെയും ഓത്താണ്. അപ്പൊ ഇമാമിന്റെ പാരായണം മതി ഇവൻ പ്രത്യേകം പാരായണം ചെയ്യേണ്ടതില്ല എന്ന ഒരു ഹദീസാണ് ഹനഫികൾ തെളിവ് പിടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാകിന്നഹു ഹദീസുൻ ലഈഫുൻ ഇൻദൽ ഹുഫാസ്, എന്നാൽ ഈ പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, അത് ഹദീസിനെ സംബന്ധിച്ച് ഇവരവുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ അത് ദുർബലമായ ഹദീസാണ്. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരമ്പരകളെയും എടുത്തു പറയുകയും അവയെല്ലാം ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ന്യൂനതകൾ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് തെളിവിന് കൊള്ളൂല. ഇതെവിടെ പറഞ്ഞതാ? ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രമുഖ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് തന്നെ ഇമാം ബുഖാരിക്കൊരു ശറഹ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫത്ഹുൽ ബാരി എന്ന പേരിൽ അറിയപ്പെടുന്ന 12-13 വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ 2-ാം ജുസ് 2-ാം വാള്യം 192-ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഹനഫികൾക്കാണ്. അവരാണ് ഈ ബാക്കിലൊക്കെ മുഅ്മിനീങ്ങൾ ഓതിയിട്ടില്ലേലും പ്രശ്നമല്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെയും ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയിരിക്കണം, ഇല്ലെങ്കിൽ ആ നിസ്കാരമല്ല എന്ന അഭിപ്രായക്കാരാണ്. അപ്പൊ ഹദീസുമായിട്ട് യോജിക്കുന്നതും ഈ 3 ഇമാമിങ്ങളുടെ അഭിപ്രായമാണ്, മറ്റുള്ളത് ഹദീസുമായിട്ട് യോജിക്കുന്നില്ല.